മില്ലിലുണ്ടായ അപകടത്തിൽ മരിച്ച വീട്ടമ്മയുടെ കുടുംബത്തിന് സഹായം കൈമാറി. നെടിയവിളയിൽ അപകടത്തിൽ മരിച്ച രമാദേവിയുടെ കുടുംബത്തിനാണ് പൊടിമില്ല് കൂട്ടായ്മ സഹായം കൈമാറിയത്. നെടിയവിളയിൽ മില്ലിലുണ്ടായ അപകടത്തിൽ മരിച്ച കുന്നത്തൂർ നെടിയവിള വിളയിൽ വീട്ടിൽ രമാദേവിയുടെ കുടുംബത്തിനാണ് സഹായം കൈമാറിയത്. പറയുന്ന ഇവരെ തന്നെ ആരെയും എനിക്കറിയില്ല. ഇവിടെ വന്നിപ്പോ കണ്ടുള്ള പരിചയമാണ്. പക്ഷെ അത് പ്രമോദണ്ണൻ വിളിച്ച കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. ഇവർ ഈ ചെയ്യുന്നത്, ഇവർ പറഞ്ഞത് ചെറിയ സഹായം എന്നാണ്. പക്ഷെ ഇത് ചെറിയ സഹായമല്ല, ഇത് വലിയ സഹായം തന്നെയാണ്. ആ കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു ആവശ്യത്തിന്, അതായത് ആ മോളുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ വയ്യാത്ത കുഞ്ഞിന്, പിന്നെ ആ വീട്ടിലെ അച്ഛന്, മോന്, എല്ലാവർക്കും ആ പൈസ ഉപകാരിക്കപ്പെടട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെ മില്ലുടമകളുടെ കൂട്ടായ്മയായ പൊടിമില്ല് കൂട്ടായ്മയാണ് സഹായധനം വീട്ടിലെത്തി 1,01,000 രൂപയുടെ ചെക്കാണ് ഇവർ കൈമാറിയത്. കേരളത്തിൽ മൊത്തമുള്ള 14 ജില്ലകളിലെയും മില്ലുകളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ മാത്രമാണ് ഞങ്ങൾ. അപ്പം പ്രത്യേകിച്ച് അസോസിയേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലും വളരെയധികം ശക്തമായിട്ട് ഞങ്ങൾ ഏതാണ്ട് 900-ൽ-അധികം മെമ്പേഴ്സ് ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഞങ്ങൾ ഇതിന് പുറകിലുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രൊമോട്ടറിന്റെ മില്ലിൽ ഇങ്ങനെ ഒരു അതിദാരുണമായൊരു സംഭവം നടന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനോട് നമ്മളെ കഴിയുന്ന രീതിയിലൊരു സഹായഹസ്തം അവർക്ക് വേണ്ടി നീട്ടണമെന്ന് പറഞ്ഞപ്പോൾ ആരും തന്നെ രമാദേവി എന്ന് പറയുന്ന സഹോദരിയെ നേരിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് 1,00,000-ഓളം രൂപ നമുക്ക് സമാഹരിക്കാൻ പറ്റുകയും ആ തുക ഇന്ന് കൈമാറാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സുനിൽ പത്തനംതിട്ട, വിനോദ് കൊല്ലം, നിസാമുദ്ദീൻ ശാസ്താംകോട്ട, സലിം വയനാട്, ഉണ്ണികൃഷ്ണൻ തൃശൂർ, മാത്യു ഫ്രാങ്കോ കൊല്ലം, ജോഷി കൊല്ലം, അജിത് കുമാർ കോട്ടയം, മോനി അഞ്ചൽ, ഷഫീഖ് വയനാട്, വിനോദ് കൊല്ലം, അശ്വിനി നെടിയവിള, ജയപ്രമോദ് കടമ്പനാട്, പഞ്ചായത്ത് അംഗം സൂര്യ എന്നിവർ ചേർന്നാണ് ചെക്ക് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.